ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് ചങ്ങായിമാരെ? സുഖല്ലേ? ഞാനേ ഈ സൈലത്തിൽ വന്നതിന് ശേഷം കുറേ ആയി നമ്മളെ പ്രൊഡക്ഷൻ ടീമിനോട് എനിക്കൊരു വളത്തിൻ്റെ കടയിൽ പോകണം എന്ന് പറയണം. അവസാനം വരെ എന്നെ കൊണ്ടുപോയിട്ടോ. എവിടെയെന്നറിയോ? നല്ലൊരു വളക്കടൻ്റെ മുന്നിൽ. അവിടെ എത്തിയപ്പോണ്ടല്ലോ കമ്പിവളുണ്ട്, കുപ്പിവളുണ്ട്, സ്പ്രിങ് വളമുണ്ട്, വളകൾ നിരവധി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു വളയല്ല വളം. അങ്ങനെ ഒരു വളത്തിൻ്റെ കടയിൽ എത്തിയിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ലടോ, ഈ കീടനാശിനി പാക്കറ്റ് നൽകുന്ന ത്രികോണത്തിൻ്റെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു, ചുവന്ന ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ അല്ലേ ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. വാ നമുക്ക് നോക്കി പഠിക്കാം. കമോൺ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കീടനാശിനി പാക്കറ്റിലെ നീല ത്രികോണം മഞ്ഞ ത്രികോണം ഒന്നും ഞാനും കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പോൾ കാണുന്നതിന് മുന്നേ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ അല്ലേ? കഴിഞ്ഞ LP UP എക്സാമിന് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് കീടനാശിനി പാക്കറ്റിലെ മഞ്ഞ ത്രികോണം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന്. അതിൻ്റെ ഉത്തരമൊക്കെ നമുക്കറിയാം അല്ലേ? കീടനാശിനി പാക്കറ്റിലെ മഞ്ഞ ത്രികോണം കൂടിയ അളവിലുള്ള വിഷമാണ് അടങ്ങിയതെന്നാണ് കാണിക്കുന്നത്. കൂടിയ അളവിൽ നോക്കിയേ, മഞ്ഞ ത്രികോണം കണ്ടോ? മഞ്ഞ ത്രികോണം പോയിസൺ ആണ്, കൂടിയ അളവിലുള്ള വിഷമാണ് അടങ്ങിയെന്നാണ് കാണിക്കുന്നത്. കണ്ടോ? ഇവിടെ ഒക്കെ ഉണ്ട് മഞ്ഞ ത്രികോണം. സോ മഞ്ഞ കണ്ടോ? എന്നാൽ വേറെ ത്രികോണങ്ങളുണ്ട് ഇല്ലേ? നോക്കിയേ, നീല. നേരിയ തോതിലുള്ള വിഷമാണ് അടങ്ങിയത് എന്നാണ്. നേരിയ തോതിലുള്ള വിഷമാണ് കേട്ടോ. അപ്പം നേരിയ തോതിലുള്ള വിഷമാണ് അടങ്ങിയെന്ന് കാണിക്കാൻ കീടനാശിനി പാക്കറ്റിൽ കാണിക്കുന്ന ത്രികോണത്തിൻ്റെ നിറം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീല. എന്നാ വാ, ഇനി വേറൊരു ത്രികോണം നോക്കിയേ. പച്ച. ഈ പച്ച എന്ന് പറയുന്നത് സാധാരണ വിഷമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷമായിട്ട് പരിഗണിക്കുന്നൊന്നുമില്ല, ഒരു ബയോ ഗ്രോത്ത് പ്രൊമോട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം ഒട്ടും മാരകമല്ലാത്ത വിഷം അല്ലെങ്കിൽ സാധാരണയായി കാണുന്ന വിഷം, ഇതിനെയൊക്കെ സൂചിപ്പിക്കാനാണ് ഈ പച്ച നിറം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ത്രികോണങ്ങൾ കണ്ടു ഇല്ലേ? നീല കണ്ടു, പച്ച കണ്ടു, മഞ്ഞ കണ്ടു. ഇനി കാണാത്തൊന്നുണ്ട് ഇല്ലേ? ഇവിടെ റെഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുവപ്പ് നിറമാണെന്നുണ്ടെങ്കിൽ അത് മാരകമായ വിഷമാണ്. മാരകം എന്ന് പറഞ്ഞാൽ എന്താ? മരണത്തിന് വരെ കാരണമായേക്കാവുന്ന അല്ലേ? അപ്പോൾ വളരെ കൂടിയ അളവിലുള്ള ഹൈലി പോയ്സണസ് ആണെന്നുണ്ടെങ്കിലാണ് റെഡ് ട്രയാങ്കിൾ കേട്ടോ. പക്ഷെ നമുക്കത് കാണിച്ചു തരാൻ മാർഗ്ഗമില്ല. കാരണം ഈ റെഡ് ട്രയാങ്കിൾ വരുന്ന കീടനാശിനികളൊക്കെ ബാൻഡാണ്, എല്ലാം നിരോധിച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാണിച്ചു തരാൻ മാർഗ്ഗമില്ലേ. അപ്പോൾ ഈ 3 ത്രികോണങ്ങൾ കണ്ടല്ലോ. വാ, ഇനിയും കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. കണ്ടാ? എലിവിഷം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എലിവിഷത്തിലെ കെമിക്കൽ കണ്ടന്റ് സിങ്ക് ഫോസ്ഫൈഡ് കേട്ടോ. വാ, ഇനിയും പഠിക്കാണ്ട്. ഈ വളപ്പിടയിലുള്ള PSC ക്വസ്റ്റ്യൻ മുഴുവൻ പഠിച്ചിട്ടേ നമ്മൾ പോകുള്ളൂ. വാ. പിന്നെ ഈ കീടനാശിനിയിൽ നമുക്ക് പറയാനുള്ളത് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നറിയോ? ഈ എൻഡോസൾഫാൻ അല്ലേ? എൻഡോസൾഫാൻ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഓർഗാനോ ക്ലോറിനാണ്. അതേപോലെ തന്നെ ക്ലോറിൻ വിഭാഗത്തിൽ പെടുന്ന മറ്റൊരു കീടനാശിനിയാണ് BHC, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നിരോധിച്ചതുകൊണ്ട് അത് കാണിച്ചു തരാൻ ഒരു മാർഗ്ഗമില്ല കേട്ടോ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം DDT അല്ലേ? ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയിൻ ആണ് അതിൻ്റെ ഫുൾ നെയിം. ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയിൻ. ഇതും ഒരു ഓർഗാനോ ക്ലോറിൻ ആണ്, പക്ഷേ അതും ഇവിടെ ഇല്ല, അലൗഡ് അല്ല. അപ്പോൾ 3 വളങ്ങളെ പേരുകൂടി പഠിച്ചില്ലേ? ഒന്ന് എൻഡോസൾഫാൻ, ഓർഗാനോ ക്ലോറിൻ വിഭാഗത്തിൽ പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് BHC, ബെൻസീൻ ഹെക്സാ ക്ലോറൈഡ്, അതും ഇപ്പോൾ നിരോധിച്ചതാണ്, ഒരു ഓർഗാനോ ക്ലോറിൻ വിഭാഗത്തിൽ പെടുന്നതാണ്. പിന്നെ DDT അല്ലേ? അപ്പോൾ അത് 3ഉം കാണിച്ചു തരാൻ മാർഗ്ഗമില്ല. വേറൊരു സാധനം നോക്കാം. പിന്നെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള മൂലകം ഏതാ? നൈട്രജൻ അല്ലേ? നൈട്രജൻ അല്ലേ? അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഇത്രയും ആവശ്യമുള്ളൊരു സാധനമാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി നമുക്കറിയാം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ് അല്ലേ? എത്ര ശതമാനം ഉണ്ടോ? 78% ഉണ്ട് അല്ലേ ഭൗമാന്തരീക്ഷത്തിൽ. എന്നാൽ പിന്നെ ഇത് ഇവർക്ക് എടുത്തിട്ട് അങ്ങോട്ട് സസ്യങ്ങൾക്ക് അങ്ങനെ അങ്ങ് വളർന്നു പോയിക്കൂടെ എന്ന് തോന്നും. പക്ഷേ ഒരു കാര്യമുണ്ട്, സസ്യങ്ങൾക്ക് നേരിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് ആഗിരണം ചെയ്യാൻ കഴിയാത്ത മൂലകം ഏത് തന്നെയാണ്? നൈട്രജനാണ്. അപ്പോൾ പിന്നെ എന്തേ മാർഗമുള്ളൂ? മണ്ണിൽ എങ്ങനെയെങ്കിലും നൈട്രജൻ എത്തണം, എന്നാൽ അതിൽ നിന്ന് എടുത്തിട്ട് സസ്യങ്ങൾക്ക് വളരാൻ പറ്റൂലേ? 3 പോയിന്റ് ഞാൻ പറഞ്ഞത് PSC ക്വസ്റ്റ്യൻ ആണേ, ഓർക്കണേ. 1, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകമേത്? നൈട്രജനാണ്. സസ്യങ്ങൾക്ക് നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയാത്ത മൂലകമേത്? അതും ഏത് തന്നെയാണ്? നൈട്രജനാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന വാതകം നൈട്രജനാണ്. എത്ര ശതമാനം? 78% അല്ലേ? അന്തരീക്ഷ ഭാരത്തിൻ്റെ 75% കേട്ടോ. അപ്പോൾ പറഞ്ഞുകൊണ്ടുവന്നത്, അപ്പോൾ ഈ നൈട്രജൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് മണ്ണിലെത്തിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് വളങ്ങളുണ്ട് അല്ലേ? അതിൽപ്പെട്ട ഒരു സാധനമാണ് യൂറിയ.
യൂറിയ എന്ന് പറയുമ്പോൾ വേറൊരു PSC ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്നില്ലേ? ആദ്യത്തെ കൃത്രിമ ഓർഗാനിക് സംയുക്തം, അതാണ് യൂറിയ. ഞാൻ കാണിച്ചറിയ സാധനം, കമോൺ, ഇതത് അങ്ങോട്ടും അത് നോക്കിയേ, ഇതാണ് യൂറിയ. കണ്ട, യൂറിയ. നമ്മളെന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ആദ്യത്തെ കൃത്രിമ ഓർഗാനിക് സംയുക്തം ഏതെന്ന് അല്ലേ? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഓർഗാനിക് കോമ്പൗണ്ട് ഏതാണെന്നാണ് പറഞ്ഞത്? അത് യൂറിയ ആണ്. ആരാ യൂറിയ കണ്ടെത്തിയെന്നറിയോ? ഫ്രെഡറിക് വൂളറാണ് യൂറിയ കണ്ടെത്തിയത്. ഫ്രെഡറിക് വൂളർ, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് ഈ നൈട്രജൻ അല്ലേ കുറച്ചുകൂടിയൊക്കെ മണ്ണിൽ കിട്ടിക്കഴിഞ്ഞാലാണ് സസ്യങ്ങൾക്ക് അത് വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമായ മൂലകമാണ് നൈട്രജൻ എന്നുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ നിന്ന് ഇവർക്ക് വലിക്കാൻ കഴിയില്ല എന്നുള്ളവർ നമ്മൾ പറഞ്ഞല്ലോ. ഇത് കണ്ടോ, ഈ യൂറിയയിൽ 46% 46% നൈട്രജൻ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടിയൊക്കെ ഈസി ആവും അല്ലേ? ഇനി ഈ യൂറിയൻ്റെ സ്ട്രക്ചർ നല്ല രസമാണ് ഓർത്തിരിക്കാൻ. എങ്ങനെയാണെന്നറിയോ? NH2CO NH2, ഇതാണ് യൂറിയൻ്റെ കെമിക്കൽ ഫോർമുല. NH2CO NH2. ഒന്ന് ആലോചിച്ച് നോക്കിയേ, CO ഒരു മണവാട്ടി നടുക്ക് നിന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഓരോ NH2 ഇങ്ങനെ തോഴിമാരെ ഒപ്പന കളിക്കുക. അങ്ങനെ ആലോചിച്ചാൽ എളുപ്പമല്ലേ പഠിക്കാൻ? ഹാലേ നിൻ്റെ. ഓക്കെ, വാ അടുത്ത്. പിന്നെ ഈ സാധനം യൂറിയ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നൈട്രജൻ കിട്ടാൻ, ഫോസ്ഫറസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇടുന്ന സാധനം മിച്ചർ എന്നൊക്കെ പറയൂലേ, NPK. അതാണ് ഇത് സാധനം, NPK വളം അല്ലേ? ഈ NPKയിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നറിയോ? നൈട്രജൻ, ഫോസ്ഫറസ്, പിന്നെ പൊട്ടാസ്യം. അപ്പോൾ ഇത് മൂന്നും നമുക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ഇപ്പോൾ 18, 6, 8, 16 അങ്ങനെയൊക്കെ ഓരോരോ അളവിലാണ്. അപ്പോൾ തെങ്ങിന് വേറെ, കവുങ്ങിന് വേറെ, അങ്ങനെ ഓരോന്നിനും വേറെ വേറെ അളവിലാണ്. അപ്പോൾ അങ്ങനെ നൈട്രജനും ഫോസ്ഫറസും അതുപോലെ പൊട്ടാസ്യവും മിക്സ് ചെയ്തിട്ടാണ് ഈ NPK വളം ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫാക്ടം ഫോസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൽ ശരിക്കും ഉണ്ടാവുന്നത് നൈട്രജനും ഫോസ്ഫറസുമാണ്. ഇനി നമുക്ക് പരിചയമുള്ള കുറച്ച് കെമിക്കൽസ് കണ്ടേ, അതും കൂടി നോക്കാം. നോക്ക്, ഫോമാൽഡിഹൈഡ് സൊല്യൂഷൻ അല്ലേ? ഫോമാൽഡിഹൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഫോർമാലിൻ, ഈ പേര് നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടില്ലേ? അതായത് മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ് ഈ ഫോർമാലിൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഫോർമാൽഡിഹൈഡ് ആണ്, അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഈ ഫോർമാലിൻ. ഇനി അതല്ലാതെ മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ അനധികൃതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഫോർമാലിനില്ലേ. അത് ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും ഒരിക്കൽ PSCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു മത്സ്യം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോർമാലിൻ. പിന്നെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനും കേട്ടോ. സംഗതി ശരിക്കും ആൽഡിഹൈഡ് ആണ്, ഫോർമാൽഡിഹൈഡ്. ഇതേ നോക്കിയ വേറൊരു സാധനം, സിട്രിക് ആസിഡ്. പരിചയമുള്ള സാധനമല്ലേ? സിട്രിക്കിലെ നാരങ്ങയിലടങ്ങിയ ആസിഡ്, ഓറഞ്ചിലടങ്ങിയ ആസിഡ്, അതൊക്കെ സിട്രിക് ആസിഡ് ആണ് അല്ലേ? സിട്രിക് ആസിഡിൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കിയേ, ഫോമിക് ആസിഡ് അല്ലേ? ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉറുമ്പ്, തേനീച്ച, കടന്നൽ, ഇതിലൊക്കെ അടങ്ങിയ ആസിഡ് ഏതാ? ഫോമിക് ആസിഡ് ആട്ടാ. കടന്നലിന് എല്ലാവരും അങ്ങനെ തന്നെയാണോ? മലപ്പുറത്തൊക്കെ കടന്നൽ എന്നാ പറയാ. പിന്നെ ഉറുമ്പ്, തേനീച്ച അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഉള്ള ആസിഡ് ഏതാ? ഫോമിക് ആസിഡാ. നോക്കിയാ ഫോമിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല HCOOH. HCOOH ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിക് ആസിഡാണ് HCOOH. പിന്നെ ഈ ഫോമിക് ആസിഡിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ റബ്ബർ പാല് ഘനീഭവിക്കാൻ വേണ്ടി ചേർക്കുന്ന ആസിഡ് ഏത് തന്നെയാ? ഫോമിക് ആസിഡാ. റബ്ബർ പാല് ഘനീഭവിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇതേ വേറൊരു സാധനം, ഗ്ലിസറിൻ. കണ്ടാ, നമുക്ക് പരിചയമുള്ള വേറൊരു സാധനം. സുതാര്യ സോപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാം വെളിച്ചെണ്ണ, ഓയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓയിലുകളുടെയൊക്കെ പൊട്ടാസ്യം സംയുക്തമാണ് സോപ്പ് എന്ന് പറയും. ഇതിൽ ഗ്ലിസറിനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സുതാര്യ സോപ്പുകൾ അറിയില്ലേ? നമ്മളിങ്ങനെ നോക്കുമ്പോൾ പരസ്യത്തിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തെ അമ്മേനൊക്കെ കാണുമ്പോൾ നോക്കുമ്പോൾ കാണാനൊന്നുമില്ല, എന്നാലും സുതാര്യ സോപ്പുകൾ നിർമ്മിക്കാൻ ഗ്ലിസറിൻ ഉപയോഗിക്കുന്നു കേട്ടോ. കണ്ട, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലേ? ആസിഡ് ബേസ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? അതായത് ഈ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ടെസ്റ്റ് ചെയ്യേണ്ട ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ ഒറ്റയടിക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വേറെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യണം അല്ലേ? ഫിനോൾഫ്തലീന്, മീഥൈൽ ഓറഞ്ച്, ഇതിനൊക്കെ കളർ ചേഞ്ച് പറഞ്ഞത് ഓർമ്മണ്ട. ഫിനോൾഫ്തലീൻ ആണെങ്കിൽ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിലാണെങ്കിൽ പിങ്ക് നിറം. ഇനി മീഥൈൽ ഓറഞ്ച് ആണെങ്കിലോ? മീഥൈൽ ഓറഞ്ച് നിറമുള്ള സൊല്യൂഷനാണ്. ആസിഡിലാവുമ്പോൾ പിങ്ക് നിറം വരും, ആൽക്കലിയിലാണെങ്കിൽ മഞ്ഞ കളർ വരും. ഇനി ഇതൊന്നും ഉപയോഗിക്കാതെ നേരിട്ട് ഈ ഒരു സാധനം അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയാം. ഇനി ഇതിൽ നോക്കിയേ കളർ ചേഞ്ച്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലായനിയുടെ നിറവ്യത്യാസം വെച്ചിട്ടാണ് നമ്മളിത് മനസ്സിലാക്കുക. ഇത് പച്ചയാണെങ്കിൽ ന്യൂട്രലാണ്, അതായത് pH 7 ആണ് അല്ലേ? അതിപ്പോൾ പച്ചവെള്ളം എന്നല്ലേ നമ്മൾ പറയുക വെള്ളത്തിൻ്റെ pH എന്താ? 7, ന്യൂട്രൽ. ഇനി അത് നേരെ റെഡിലേക്ക് വരുന്തോറും അത് അസിഡിക് ആയി മാറും, ആസിഡ് സൊല്യൂഷനായിട്ട് മാറും. നേരെ മറിച്ച് നീലയിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്
ബേസിക് ആയിട്ടാണ് മാറുക കേട്ടോ. കണ്ട വേറൊരു സാധനം പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കേട്ടിട്ടില്ലേ ഈ പേര്? നമ്മൾ ഈ വെള്ളം ശുദ്ധീകരിക്കാനൊക്കെയാണ് ഉപയോഗിക്കുക അല്ലേ? ഇപ്പോൾ കിണറിലൊക്കെ നമ്മൾ കുറേ ഉപയോഗിക്കാതിരുന്നാലോ അല്ലെങ്കിൽ വിഷാംശം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലൊക്കെ അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുക. നല്ല പിങ്ക് കളറിലുള്ള സൊല്യൂഷനാണ് കിട്ടുക ഇതിട്ട് കഴിഞ്ഞാൽ ഇല്ലേ. പിന്നെ നോക്കിയേ, ഇതിൻ്റെ കെമിക്കൽ ഫോർമുല രാസസൂത്രം KMnO4 എന്നാണ്. ആളെടുത്ത് ഒരു 4 ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സികാരിയായിട്ടും ഉപയോഗിക്കാറുണ്ട്. നോക്ക്, കുമിൾനാശിനി ഇല്ലേ? നമ്മൾ കുമിൾനാശിനി എന്ന് പറയുമ്പോൾ ഒരു ഫംഗിക്കോപ്പ് എന്നൊക്കെയാണ് പേരിട്ട് ഇല്ലേ? ഈ കുമിൾനാശിനി ഏതൊക്കെ സംയുക്തങ്ങളുടെ മിശ്രിത നമുക്കറിയുന്ന സാധനമാണ്. ഒന്ന് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൂ വിട്രിയോൾ എന്നൊക്കെ പറയുന്ന സാധനം CuSO4. പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മളെ കുമ്മായപ്പൊടി. അപ്പോൾ തുരിശ് എന്നാണ് ഈ കോപ്പർ സൾഫേറ്റിനെ വീട്ടിൽ വിളിക്കുക, കോമൺ നെയിം. അപ്പോൾ തുരിശും കുമ്മായവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ കുമിൾനാശിനി എന്ന് പറയുന്ന സാധനം കേട്ടോ. ഈ കുമ്മായവും അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതായത് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്ലൂ വിട്രിയോള്. കോമൺ ആയിട്ട് നമ്മൾ തുരിശ് എന്ന് പറയും. പിന്നെ കുമ്മായം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എത്ര തവണ PSCക്ക് ചോദ്യം വന്നിട്ടുണ്ടെന്നറിയോ? മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്നത് ഏതെന്ന്? അത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കെമിക്കൽ ഫോർമുല CaOH twice. CaOH2. ഇതിനെ കുമ്മായം എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളെ ചുണ്ണാമ്പ്, നമ്മൾ ഈ അടക്ക വെറ്റില പുകല നൂറ് നമ്മൾ മുറുക്കണ സമയത്ത് ഈ 100 തേക്കില്ലേ, ചുണ്ണാമ്പ് തേക്കില്ലേ, അത് തന്നെ. അപ്പോൾ അതും ഈ തുരിശ് മിക്സ് ചെയ്ത സാധനമാണ് ഇത് കുമിൾനാശിനി. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഈ ഇൻസെക്ടിസൈഡാണ്, അതായത് കീടനാശിനികൾ അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓർഗാനോ ക്ലോറിൻ വിഭാഗത്തിൽപ്പെട്ട എൻഡോസൾഫാന്, BHC, DDT അങ്ങനെയുള്ളതിനൊക്കെ പറഞ്ഞു അല്ലേ? എന്നാൽ വേറൊരു വിഭാഗമുണ്ട്, അതായത് എന്താ പറയുക, ജേംസിനൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക്. ഇപ്പോൾ ആൻറ്റിസെപ്റ്റിക് ലോഷനുകളൊക്കെ ഉപയോഗിക്കൂലേ, അതിൽപ്പെട്ട ഒന്നാണ് ഇത് ആൻറ്റിസെപ്റ്റിക്. ഓക്കെ, ഇത് ഫീനൈലാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ആൻറ്റിസെപ്റ്റിക് ഏതാണെന്നറിയോ? അത് ഫീനോളാണ്, ഫീനോൾ. ഓക്കെ, ഇപ്പോഴും നമ്മൾ അതിൻ്റെ കമ്പോണൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സുഹൃത്തെ ഇങ്ങോട്ട് വാ, മേപ്പിട്ട് വെക്കാതെ, കമോൺ കമോൺ, ഇവിടെ ഒരു സാധനം കാണിക്കാണ്ട്. നോക്ക്, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ NPK എന്ന് പറഞ്ഞ പേരില്ലാത്തൊരു പാക്കറ്റല്ലേ കാണിച്ചേ? ഇത് കണ്ട, NPK. ഇതിൽ 20% NPK. കണ്ട വേറൊരു NPK 13,6,45. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പിന്നെ K ഫോർ പൊട്ടാസ്യം അല്ലേ? കാലിയം എന്നുള്ള ലാറ്റിൻ പേരിൽ നിന്ന് K എന്നുള്ള സിമ്പൽ അല്ലേ പൊട്ടാസ്യത്തിന് കൊടുക്കുക, നമ്മൾ പറഞ്ഞതാ അല്ലേ? വേറൊരു സാധനം നോക്കിയേ, ഹൈഡ്രേറ്റഡ് ലൈം വാട്ടർ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു തന്നു ഇല്ലേ? ഏതാ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതേപോലെ നോക്ക്, പൊട്ടാസ്യം നൈട്രേറ്റ്, KNO3 അല്ലേ? വെടിയുപ്പ് നിർമ്മിക്കാനും ഉപയോഗിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് കേട്ടാ. ഒരൊറ്റ സാധനം കൂടി പറഞ്ഞേരേ, നോക്ക്, എപ്സം സോൾട്ട്. ജിപ്സം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? കാൽഷ്യം സൾഫേറ്റ് അല്ലേ? കാൽഷ്യം സൾഫേറ്റ് ആണ് ജിപ്സം. സിമെൻറ്റിൻ്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ വേണ്ടി ചേർക്കുന്ന സാധനമാണ് കാൽഷ്യം സൾഫേറ്റ്. 2H2O എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് കെമിക്കൽ ഫോർമുല. എന്നാൽ ഈ കാൽഷ്യം സൾഫേറ്റിന് പകരം മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ എപ്സം ആയിട്ടാ. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ എപ്സം. ഓക്കെ, ഇനി കഴിഞ്ഞെന്നാ തോന്നുന്നുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ.